ആലപ്പുഴയിൽ കനത്ത മഴ തുടരുകയാണ്. കുട്ടനാട് കൈനകരിയിൽ 1000-ഓളം വീടുകൾ വെള്ളത്തിലായി. പാടശേഖരങ്ങളിൽ വെള്ളം കയറ്റിയതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം. കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കൂടിയതോടെ കുട്ടനാട്ടിലെ ജലനിരപ്പും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ചേന്നം പള്ളിപ്പുറം പഞ്ചായത്തിൽ വെള്ളക്കെട്ടിൽ വീണ് ഒരാൾ മരിച്ചു. 2 ദിവസമായി ആലപ്പുഴ ജില്ലയിൽ വ്യാപകമായി പെയ്യുന്ന മഴ ഇന്നും ശക്തമായി തുടരുകയാണ്. ആലപ്പുഴ ജില്ലയുടെ തെക്കൻ മേഖലകളായ കായംകുളം, പത്തിയൂർ, കൃഷ്ണപുരം, കണ്ടല്ലൂർ, മുതുകുളം, തൃക്കുന്നപ്പുഴ പഞ്ചായത്തുകളിലെല്ലാം വെള്ളക്കെട്ടുണ്ട്. കുട്ടനാട്ടിലെ കൈനകരിയിലാണ് മഴ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. പാടങ്ങളിൽ വെള്ളം നിറച്ചിട്ടതിനൊപ്പം പെയ്ത്തുവെള്ളം കൂടിയായതോടെ നിരവധി വീടുകളിൽ വെള്ളം കയറി. ഇരുമ്പനം, പുത്തൻതുറം, കാടുകയ്യാർ, സോമാതുരം പാടശേഖരങ്ങളുടെ സമീപത്തുള്ള വീടുകളാണ് വെള്ളത്തിലായത്. 2012 കഴിഞ്ഞപ്പം തൊട്ടാണ് ഈ വെള്ളം പെരയ്ക്കകത്തെല്ലാം കയറുക, ഒത്തിരി നാശനഷ്ടങ്ങൾ ഉണ്ടാകുക, കൃഷിനാശങ്ങൾ ഉണ്ടാകുക. അപ്പോൾ പ്രായം ചെന്നവരെയൊക്കെ എന്ത് ചെയ്യും? അവരൊക്കെ ഉള്ളവരല്ലേ ബുദ്ധിമുട്ടുന്നത്. വെള്ളക്കെട്ട് മൂലം ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. സമീപത്തെ അംഗൻവാടിയിലും വെള്ളം കയറി. കുട്ടികള് വെള്ളം നീന്തിയൊക്കെ വരുന്നത്. ഇപ്പൊ ഇവിടെ മൊത്തം എല്ലായിടം വെള്ളമാണ്. ഇവിടെ അംഗനവാടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ഇല്ല, ഇതെല്ലാം നമ്മുടെ സാധനങ്ങളെല്ലാം നനഞ്ഞു പോകും. ആകെ ഇതായിട്ടിരിക്കുക ഞങ്ങള്. പാടശേഖര സമിതിയുടെ അനാസ്ഥയാണ് വെള്ളപ്പൊക്കത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി. ഈ മുഹൂർത്തത്തിന് കളകളിപ്പിച്ച് വെള്ളം കയറ്റുകയും ഈ കാലവർഷം വരികയും ചെയ്തതോടുകൂടി ഈ പാടത്തിന്റെ 2 പാടത്തും കിടക്കുന്ന ആളുകൾ വലിയ ദുരിതത്തിലായിരിക്കുകയാണ്. അപ്പം ഇത് പാടശേഖരങ്ങളുടെ ഒരു അനാസ്ഥയുണ്ട്, ഒപ്പം കാലവർഷം വന്നതിന്റെയും രണ്ടും അതിൻ്റെ അകത്ത് കാരണമാണ്. കനത്ത മഴയിൽ പഴവീട് ദേവീക്ഷേത്രത്തിന്റെ കുളത്തിന്റെ മതിൽ തകർന്നു. മഴക്കെടുതിയിൽ ജില്ലയിൽ ഇന്നും ഒരാൾ മരിച്ചു. ചേന്നപ്പള്ളിപ്പുറം സ്വദേശി ഇടത്തട്ടിൽ അശോകനാണ് രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങി വരവെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചത്. റിപ്പോർട്ടർ, ആലപ്പുഴ.